ഗുഡ് ഈവനിങ്. ഞാൻ വിനോദ് തിരുവല്ല. നമ്മുടെ യൂട്യൂബ് ചാനലായ ഹെൽത്തി ലൈഫിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായ വിഷയമാണ്. എന്തിഹ മന്മാനസേ സന്ദേഹം വളരുന്നു അങ്കേശന ഈ ഞാൻ എങ്ങോ പിറന്നവനോ. അതായത് ഇന്നത്തെ നമ്മുടെ വിഷയം കഥകളിയാണ്. നമ്മളുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പൈതൃക സമ്പത്തായ ഒരു കലാരൂപമാണ് കഥകളി. നിങ്ങൾ അമ്പലങ്ങളിലും ഇപ്പോൾ പൊതുവേദികളിലും എല്ലാം ഈ കലാരൂപം കണ്ടു കാണും അല്ലേ? അപ്പോൾ ഈ കഥകളി ഉൾപ്പെടുന്ന കലാകാരന്മാരുടെ ആ ഒരു അർപ്പണ മനോഭാവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു കഥകളി നടൻ രാവിലെ തൊട്ട് കഥകളി ആരംഭിക്കുന്നത് വരെ അവരുടെ മേക്ക് ഓവർ ആണ്, മേക്കപ്പാണ്. മേക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ കിടക്കും, ആക്ച്വലി അവർ കിടന്നിട്ട് ചുട്ടി കുത്തുക എന്ന് പറയും അല്ലേ? അത്രയും നേരം അവർ ജലപാനം പോലും ഉപേക്ഷിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ ഒരു വേഷത്തിലേക്ക് രൂപപ്പകർച്ച നടത്തുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു യൂറോപ്യൻ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇവരിന്ന് ഒരു പെർഫോമൻസിന് ലക്ഷക്കണക്കിന് യൂറോ മേടിക്കുന്ന ഒരു കലാകാരനായി, ഒരു റിച്ച് മാനായിട്ട് മാറുമായിരുന്നു എന്നാണ്. നമ്മുടെ ഈ ഒരു കലാരൂപത്തെ നമ്മുടെയൊക്കെ ആളുകളെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. അതിനകത്തെ എന്താ പറയുക, എനിക്ക് സംഗീതം വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ആദ്യം കഥകളി സംഗീതമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് എനിക്കൊരു സുഹൃത്തുണ്ട്, ശ്രീ ആത്മലാൽ. കഥകളി സംഗീതത്തിൽ വളരെയധികം പാണ്ഡിത്യമുള്ള ഒരാളാണ്. അദ്ദേഹം പബ്ലിക്കായിട്ടൊന്നും പെർഫോം ചെയ്തിട്ടില്ല എങ്കിലും വളരെ നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഈ കഥകളിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ കഥകളിയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം, ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥകൾ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥകളാണ്. അതായത് നമ്മുടെ പച്ചയായ ജീവിതമാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. കർണശപഥം, കർണൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ഒത്തിരി വിസ്തരിച്ചൊന്നും പറയുന്നില്ല. അപ്പം കഥകളി എന്ന് പറയുന്ന മഹത്തായ ആ കലാരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഒന്ന് ശ്രമിക്കണം. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്കറിയാം, ഹെൽത്തി ലൈഫ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹെൽത്തി ലൈഫിന് കുറേ ഘടകങ്ങൾ ആവശ്യമുണ്ട്. അതായത് നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം, അതുപോലെ മിതമായ വ്യായാമം, അതിലേറെ ഉപരി നമ്മുടെ മാനസിക ആരോഗ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് സംഗീതം, അതുപോലെ നൃത്തം, കഥകളി, സിനിമ. ഇതൊക്കെ നമ്മുടെ മാനസിക ആരോഗ്യത്തിൻ്റെ ഒരു പരിപാലനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആകുക. ഇപ്പോൾ പാട്ട് പാടാൻ ഇഷ്ടമുള്ള ആൾക്കാർ, എന്നാൽ പബ്ലിക്കായിട്ട് പെർഫോം ചെയ്യാൻ ഭയമുള്ള ആൾക്കാർ ചുമ്മാ പാടുക. ഏതവസരം കിട്ടിയാലും നിങ്ങൾ പാടുക. തെറ്റിക്കോട്ടെ, എല്ലാം ചെയ്തോട്ടെ, എന്നാലും നിങ്ങൾ പാടുക. നിങ്ങൾ പാടുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ അത് ഉത്തേജിപ്പിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും വളരെ ആരോഗ്യമുള്ള ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനിയും വേറൊരു വ്യത്യസ്തമായ വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതാണ്.